നമസ്കാരം. വാർത്തകൾ വിശദമായി. കനകദുർഗയും ബിന്ദുവും ശബരിമല യാത്രയിൽ നിന്ന് പിന്മാറി. പോലീസിന്റെ കനത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് പിന്മാറ്റം. യാത്ര തുടരുമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന ഇരുവരെയും തിരക്ക് ചൂണ്ടിക്കാണിച്ച് പോലീസ് പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇന്നലെ വലിയ നടപ്പന്തലിന് 1 കിലോമീറ്റർ അടുത്ത് വരെ ഇവർ എത്തിയിരുന്നു. ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് സുരക്ഷ നൽകാനാകില്ലെന്ന നിലപാട് പോലീസ് കനകദുർഗയെയും ബിന്ദുവിനെയും അറിയിക്കുകയായിരുന്നു. 1.25 ലക്ഷത്തോളം ഭക്തരെത്തുന്ന സ്ഥലത്ത് 2 പേർക്ക് മാത്രമായി സുരക്ഷ നൽകിയാൽ മറ്റുള്ള ഭക്തർക്ക് ബുദ്ധിമുട്ടാകുമെന്നായിരുന്നു പോലീസ് നിലപാട്. തിരക്ക് കുറവുള്ള ദിവസം യാത്ര ചെയ്താൽ സുരക്ഷ നൽകാമെന്നും പോലീസ് അറിയിച്ചു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ ഇരുവരും അംഗീകരിച്ചതായി കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ വ്യക്തമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുന്ന ഇരുവരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ആശുപത്രി വിട്ടാൽ ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇരുവരും മാറും. പോലീസ് അറിയിക്കുന്ന തീയതി കൂടി പരിഗണിച്ച് വീണ്ടും സന്നിധാനത്തേക്ക് പോകാനാണ് ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പദ്ധതി. പോലീസിന്റെ നിർദ്ദേശം പരിഗണിച്ച് താൽക്കാലികമായി ശബരിമല യാത്ര നീട്ടിവെക്കാമെന്നാണ് ബിന്ദുവും കനകദുർഗയും പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ തിരക്കേറെയുള്ള മകരവിളക്ക് കാലത്ത് പോലീസ് സുരക്ഷ നൽകിയാലും ഇരുവർക്കും സന്നിധാനത്തെത്തി സുഗമമായ ദർശനം നടത്താനാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. മണ്ഡലപൂജയ്ക്ക് ഒരു ദിവസം ബാക്കി നിൽക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. കഴിഞ്ഞ 2 ദിവസവും ശരാശരി 1,20,000 തീർത്ഥാടകർ വീതം ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. മണ്ഡല തീർത്ഥാടനത്തിന്റെ അവസാന നാളുകളിലാണ് സന്നിധാനം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞത്. കഴിഞ്ഞ 3 ദിവസവും ശരാശരി 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ മല ചവിട്ടി. ഇന്ന് നട തുറന്നതു മുതൽ വലിയ നടപ്പന്തലും കഴിഞ്ഞ് ഭക്തരുടെ നിര നീണ്ടു. അവധി ദിനം കൂടി ആയതോടെയാണ് തിരക്ക് നിയന്ത്രണാതീതമായത്. തിങ്കളാഴ്ച വൈകിട്ട് നിലയ്ക്കൽ മുതൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. വാഹനങ്ങൾ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. പമ്പയിൽ നിന്നും 4 മണിക്കൂറിലേറെ സമയമെടുത്താണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തിയത്. 8 മണിക്ക് വന്ന ബസ് ട്രാഫിക് ജാം. എരുമലിക്ക് കാലയിൽ 5 മണിക്ക് വന്നു. ഏട്ടത്തിലിട്ട് 7:30 മണിക്ക് വെളിയിൽ വന്ന വണ്ടി വന്ന് ട്രാഫിക്കിൽ നിലക്കലിക്ക് 5 മണിക്ക് தான் വന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിലും സന്നിധാനത്തും പോലീസ് കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. നാളെ വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. ഘോഷയാത്ര സമയത്ത് ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടില്ല. സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് പോലീസ് ആലോചന. ക്യാമറാമാൻ എസ് എ നിതിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18, സന്നിധാനം. മത്സരിക്കാനൊരുങ്ങി കുമ്മനം. ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കുമ്മനം രാജശേഖരൻ സമ്മതം അറിയിച്ചു. RSS നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങൾ തുടങ്ങി. കുമ്മനം മടങ്ങിവരാനുള്ള സാധ്യത BJP വക്താവ് MS കുമാർ ശരിവെച്ചു. സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം മത്സരിക്കാനാണ് BJPയുടെ ആലോചന. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ കുമ്മനം ഇറങ്ങുമോ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറച്ചുകാലമായി നിന്ന അഭ്യൂഹത്തിന് ഇപ്പോൾ BJPയിൽ നിന്ന് തന്നെ സ്ഥിരീകരണം വരികയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കണമെന്നുള്ള BJP പ്രവർത്തകരുടെ ആഗ്രഹമുണ്ട്. എല്ലാ പ്രമുഖ നേതാക്കളടക്കം തന്നെ മത്സരിക്കും. കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണല്ലോ, നിരവധി പേർ ജയിക്കാൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പ്രമുഖരായ നേതാക്കൾ തന്നെയായിരിക്കും പ്രാവശ്യം BJPക്കായി മത്സരിക്കുക. മിസോറാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ കുമ്മനം ഗവർണർ പദവി രാജിവെക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിനും എതിർപ്പില്ലെന്നാണ് സൂചന. ഗവർണർ പദവി വിട്ട് മത്സരത്തിനിറങ്ങാൻ കുമ്മനം തയ്യാറാകുമോ എന്ന ചോദ്യത്തിനും MS കുമാറിന്റെ മറുപടി വ്യക്തമാണ്. അദ്ദേഹം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണല്ലോ, മാറി നിൽക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുള്ള ആളല്ല. ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അദ്ദേഹം ഊർജ്ജം തേടുന്നത്. ശബരിമല സമരത്തിന്റെ നേതൃത്വം കുമ്മനം ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഒരു ഭാഗം നേതാക്കൾക്കുണ്ട്. എന്നാൽ ഇതിനോട് സംസ്ഥാന നേതൃത്വത്തിലെ എല്ലാവർക്കും യോജിപ്പില്ല. എപ്പോൾ രാജിവെക്കണം, ശബരിമല സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരണോ തുടങ്ങിയ വിഷയങ്ങളിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അന്തിമ തീരുമാനമെടുക്കും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. KSRTCയിൽ വീണ്ടും എംപാനൽ നിയമനത്തിനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് ഉദ്യോഗാർത്ഥികൾ. 25,000-ഓളം പേർ റാങ്ക് ലിസ്റ്റിലുണ്ട് എന്നും മുഴുവൻ പേർക്കും നിയമനം നൽകിയെന്നുള്ള സർക്കാർ വാദം തെറ്റാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. അഡ്വൈസ് മെമ്മോ നൽകിയവരെ നിയമിക്കാനാണ് കോടതി ഉത്തരവെന്നും
ശേഷിക്കുന്ന ഒഴിവിലേക്ക് എംപാനൽ നിയമനം ആലോചിക്കുകയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. KSRTC കണ്ടക്ടർ തസ്തികയിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 4000-ഓളം പേർക്കാണ് നിയമനം നൽകേണ്ടത്. അഡ്വൈസ് മെമ്മോ ലഭിച്ചവരിൽ 1400-ഓളം പേരാണ് ഇതുവരെ ജോലിക്ക് ഹാജരായത്. ശേഷിച്ച 2600-ഓളം തസ്തികകളിൽ വീണ്ടും എംപാനൽ നിയമനത്തിനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. കണ്ടക്ടർ റാങ്ക് ലിസ്റ്റിൽ 25,000-ഓളം പേർ പുറത്തു നിൽക്കുന്നുണ്ടെന്നും ഇവരെ പരിഗണിക്കാതെയാണ് പിൻവാതിൽ നിയമന നീക്കം വീണ്ടും നടക്കുന്നതെന്നാണ് ആരോപണം. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നിട്ട് കൂടി സർക്കാർ താൽക്കാലികക്കാരെയും അതുപോലെ തന്നെ ഈ എംപാനലുകാരെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ഇത് ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ്. അഡ്വൈസ് മെമ്മോ ലഭിച്ചവർക്ക് നിയമനം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടതെന്നായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. കണ്ടക്ടർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടോ എന്നായിരുന്നു മന്ത്രിയുടെ സംശയം. PSC മുഖാന്തരമുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കിയാൽ സർവീസ് നടത്താൻ പ്രയാസമുണ്ടെങ്കിൽ അഡ്വോക്ക് അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരെ നിയമിക്കാം. അങ്ങനെ നിയമിക്കുന്ന സമയത്ത് എംപാനലുകാരെയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമോ ചെയ്യാം. അതിന് നിയമം അനുവദിക്കുമെങ്കിൽ എന്ന ഉപാധിയോടുകൂടി കോടതി അത് പറഞ്ഞിട്ടുണ്ട്. എംപാനൽ നിയമന നീക്കം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കൊലയ്ക്ക് നിർദ്ദേശം നൽകിയ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി വിവാദക്കുരുക്കിൽ. പാർട്ടി പ്രവർത്തകനെ വധിച്ചവരെ കൊല്ലാൻ കുമാരസ്വാമി പോലീസിന് നിർദ്ദേശം നൽകുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. വൈകാരിക പ്രതികരണം മാത്രമാണെന്ന് കുമാരസ്വാമി വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. മാണ്ഡ്യയിലെ JDS നേതാവ് H. പ്രകാശിനെ ഇന്നലെ വൈകിട്ടാണ് 4-അംഗ സംഘം വെട്ടിക്കൊന്നത്. കൊലപ്പെടുത്തിയവരെ ഒരു ധൈര്യം കൂടാതെ വധിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്ന കുമാരസ്വാമിയുടെ വീഡിയോ ആണ് പുറത്തു വന്നത്. പ്രകാശ് നല്ല മനുഷ്യനായിരുന്നു. പ്രകാശിനെ കൊന്നവർ ആരാണെന്ന് തനിക്കറിയില്ല. പക്ഷേ അവർ ആരായാലും കൊന്നുകളയണമെന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നുമായിരുന്നു നിർദ്ദേശം. ಅದು ಆ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಬಂದಂತ ಕೋಪದಲ್ಲಿ ಯಾಕೆಂದ್ರೆ ಅವರು ಹಿಂದಿನ 2 ಕೊಲೆಗೆ ಕಾರಣಕರ್ತರಾಗಿರ್ತಕ್ಕಂಥವರೇ ಅವರು. വീഡിയോ വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്തതോടെ വിശദീകരണവുമായി കുമാരസ്വാമി രംഗത്തെത്തി. കൊല്ലാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും വൈകാരിക പ്രതികരണം മാത്രമാണെന്നുമായിരുന്നു വിശദീകരണം. 2 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൊലപാതകം നടത്തിയെന്നും കുമാരസ്വാമി പറഞ്ഞു. കുമാരസ്വാമിയുടെ പരാമർശത്തിനെതിരെ BJP രംഗത്തെത്തി. Never expected being a chief minister of Karnataka if he speaks like that. What about law and order situation? It's a very irresponsible statement. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. Repeatedly speaking like BJP നേതൃത്വത്തിനെതിരെ വീണ്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാഷ്ട്രീയ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷനാണെന്ന് ഗഡ്കരി തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ലെന്ന പരാമർശത്തിൽ വ്യക്തത വരുത്തിയതിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ വിമർശനം. വിജയത്തിന്റെ മാത്രമല്ല പരാജയത്തിന്റെയും ഉത്തരവാദിത്തം പാർട്ടി നേതാക്കൾ ഏറ്റെടുക്കണമെന്ന് ആദ്യം. 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മോഡിക്കും അമിത്ഷായ്ക്കുമെതിരായ ഒളിയമ്പാണിതെന്ന വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ തന്റെ പരാമർശം ബാങ്കിംഗ് മേഖലയെപ്പറ്റിയെന്ന വിശദീകരണം. ഇതിനു പിന്നാലെയാണ് പാർട്ടി നേതൃത്വത്തിന് കൂടി ബാധകമെന്ന സൂചനയുള്ള നിതിൻ ഗഡ്കരിയുടെ അടുത്ത പ്രസ്താവന. താനാണ് പാർട്ടി അധ്യക്ഷനെന്ന് കരുതുക. അപ്പോൾ MP-മാരും MLA-മാരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. നല്ല പ്രാസംഗികനാണെന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. നിങ്ങൾ വിദ്വാനായിരിക്കും, പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസമാകാം, പക്ഷേ ഈഗോ പാടില്ലെന്നും ഇന്റലിജൻസ് ബ്യൂറോ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗഡ്കരി പറഞ്ഞു. ഗഡ്കരിയുടെ ഉപദേശങ്ങൾ ആദ്യം സ്വന്തം പാർട്ടി കേൾക്കട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. BJP ആകട്ടെ പ്രസ്താവന വളച്ചൊടിക്കുകയാണെന്ന നിലപാടിലും. ന്യൂസ് 18 ഡൽഹി. ജാതീയമായ പ്രചാരണം നടത്തിയതും BJPയെ പരാജയപ്പെടുത്തുക എന്ന പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിച്ചതുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. CPM നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അപ്രായോഗികമായ മുദ്രാവാക്യമാണ് തെലങ്കാനയിലും രാജസ്ഥാനിലും മുന്നോട്ടുവെച്ചത്. MLA-മാരില്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ സാന്നിധ്യത്തിനു വേണ്ടിയാണ് മത്സരിച്ചതെന്ന കാര്യം സംസ്ഥാന ഘടകങ്ങൾ വിസ്മരിച്ചെന്നാണ് വിമർശനം. തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി വിലയിരുത്തി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ഘടകങ്ങൾക്കെതിരായ രൂക്ഷ വിമർശനം. കോൺഗ്രസ് ബന്ധത്തിൽ യെച്ചൂരിയുടെ നിലപാടിന് വിരുദ്ധ നിലപാടുള്ള രാജസ്ഥാൻ, തെലങ്കാന ഘടകങ്ങൾ
BJPയെ പരാജയപ്പെടുത്തുകയെന്ന പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിച്ചുവെന്നാണ് വിലയിരുത്തൽ. CPM നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയെന്ന അപ്രായോഗികമായ പ്രഖ്യാപനമാണ് ഇരു സംസ്ഥാനങ്ങളിലും നടത്തിയത്. തെലങ്കാനയിലെ ബഹുജന ഇടതുമുന്നണി പിന്നാക്ക ജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പ്രഖ്യാപിച്ചതും സ്ഥാനാർത്ഥികളുടെ ജാതി ഉയർത്തിക്കാട്ടിയതും ശരിയായില്ല. ജാതിയിലൂന്നിയതോടെ കേവല ജാതി സഖ്യമായി മുന്നണി മാറി. വർഗരാഷ്ട്രീയമെന്ന പാർട്ടിയുടെ അടിസ്ഥാന സമീപനത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണിത്. രാജസ്ഥാനിൽ വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടായെങ്കിലും CPM സർക്കാർ രൂപീകരിക്കുമെന്ന് കാട്ടി വോട്ടർമാരെ സമീപിച്ചത് അനുചിതമായി. സാന്നിധ്യമില്ലാതിരുന്ന നിയമസഭകളിൽ MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയെന്നതാണ് പാർട്ടി ലക്ഷ്യമെന്നിരിക്കെ ഇടത് സർക്കാർ രൂപീകരിക്കുമെന്ന നിലപാട് എന്തിനു മുന്നോട്ട് വച്ചുവെന്നതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ചോദ്യം. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ അവലോകനം പിന്നീട് നടക്കും. ന്യൂസ് 18 ഡൽഹി. സുനാമി ആഞ്ഞടിച്ച ഇന്തോനേഷ്യയിൽ മരിച്ചവരുടെ എണ്ണം 382ആയി. 128 പേരെ ഇനിയും കണ്ടെത്താനായില്ല. വീണ്ടും സുനാമി ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യമെങ്ങും കനത്ത ജാഗ്രത തുടരുകയാണ്. 400-നടുത്ത് പേർ കൊല്ലപ്പെട്ട ഇന്തോനേഷ്യ ഇപ്പോഴും ഭീതിയുടെ നിഴലിലാണ്. വീണ്ടും സുനാമി ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എങ്ങും കനത്ത ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ക്രൊക്കദോ അഗ്നിപർവ്വത ദ്വീപിലെ സ്ഫോടന ഫലമായി സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിച്ചത്. ജാവയിലും സുമാത്രയിലുമാണ് ഏറ്റവും അധികം പേർ മരിച്ചത്. കാണാതായ 100-ലധികം പേരെക്കുറിച്ച് ഇനിയും വിവരമില്ല. ക്രിസ്മസ് സംഗീത പരിപാടിക്കായി ബീച്ചിൽ ഒത്തുകൂടിയവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ദുരന്ത നിവാരണ സേനയ്ക്ക് നിർദ്ദേശം നൽകി. വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പ് നൽകാതിരുന്നതാണ് മരണസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കിയതെന്ന വിമർശനവും ഉയർന്നു. സമുദ്ര അന്തർഭാഗത്തെ ചലനങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 14 വർഷം മുൻപ് 2004-ലെ ക്രിസ്മസ് പിറ്റേന്ന് ഇന്തോനേഷ്യയിൽ തുടങ്ങിയ സുനാമിയിലാണ് കേരളത്തിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. സുഡാനിൽ ബ്രെഡിനായുള്ള കലാപത്തിൽ മരണം 50 പിന്നിട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ. രാജ്യം കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയതോടെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്ന പണത്തിന്റെ അളവും വെട്ടിക്കുറച്ചു. രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ അനിശ്ചിതകാലത്തേക്ക് നീട്ടി. ഒരു കഷ്ണം ബ്രെഡിന് 1 സുഡാനി പൗണ്ടിൽ നിന്ന് 3 പൗണ്ടിലേക്ക് വില ഉയർത്തിയതോടെ ആരംഭിച്ച പ്രക്ഷോഭം ഇന്ത്യൻ രൂപയിലാക്കിയാൽ 1.5 രൂപയിൽ നിന്ന് 4.5 രൂപയിലേക്കുള്ള വർധന. അതുപോലും വാങ്ങാൻ ശേഷിയില്ലാത്തവരാണ് 4.5 കോടി വരുന്ന ജനത. കലാപത്തിലെ മരണം 50 പിന്നിട്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ മരണം 12. ഇന്റർനെറ്റും ടെലിവിഷൻ ശൃംഖലകളും പൂട്ടിയതോടെ കൃത്യമായ വാർത്തകളും പുറത്തെത്തുന്നില്ല. പ്രതിസന്ധി കടുത്തതോടെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്ന പണം ആഴ്ചയിൽ 500 സുഡാനി പൗണ്ടാക്കി ചുരുക്കി. ഇതോടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ളവർക്കും പട്ടിണി കിടക്കേണ്ട സ്ഥിതിയായി. പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായി പ്രസിഡന്റ് ഒമർ അൽ ബഷീർ പ്രഖ്യാപിച്ചു. 29 വർഷമായി അൽ ബഷീറാണ് സുഡാന്റെ പ്രസിഡന്റ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകി. ജീവിതത്തിലെ ചെറിയ പിഴവുകളിൽ പോലും മനസ്സിന്റെ സത്യസന്ധത കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. പാപികളുടെ മോചനത്തിനായി ദൈവപുത്രൻ തിരുപ്പിറവിയെടുത്തതിന്റെ ആഘോഷത്തിലാണ് ലോകം. ഉണ്ണിയേശു പിറന്ന ബത്ലഹേമിൽ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകി. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയ ആയിരങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകി. കളങ്കമില്ലാത്ത ജീവിതവും സത്യസന്ധതയുള്ള മനസ്സുമാണ് വിശ്വാസികൾക്ക് വേണ്ടതെന്ന് അദ്ദേഹം ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. Pare a tanti il senso della vita, un'insaziabile ingordigia attraversa la storia umana fino ai paradossi di oggi, quando pochi banchettano lautamente e troppi non hanno. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാൻ വത്തിക്കാനിൽ തുടങ്ങിയ ആശുപത്രി മാർപ്പാപ്പ തുറന്നുകൊടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു. നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് ആഘോഷം മാത്രമല്ലെന്നും ജീവിതാനുഭവം കൂടിയാണെന്നും കർദിനാൾ ആലഞ്ചേരി പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ ഉദാഹരണ പ്രവർത്തനങ്ങളിൽ അതുണ്ട്. അങ്ങനെയുള്ള ആ സമാധാനവും സന്തോഷവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അഥവാ അനുഭവിക്കുവാൻ പരിശ്രമിക്കുന്നത്. പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. പാളയം പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് സുസേപാക്യം കാർമ്മികത്വം വഹിച്ചു. തിരുപ്പിറവിയുടെ ഭാഗമായി തൃശൂരിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. തൃശൂർ ലൂർദ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി. തിരുപ്പിറവിയെ വരവേറ്റ ഇടുക്കിയിലെ വിവിധ ഇടവകകളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സമൂഹ മാധ്യമങ്ങളുടെ പ്രചാരത്തോടെ മലയാളികൾ മറന്നുപോയ ഒന്നാണ് ക്രിസ്മസ് പുതുവത്സര ഗ്രീറ്റിംഗ്സ് കാർഡുകൾ. ആവശ്യക്കാർ ഇല്ലാതായതോടെ നല്ല കാർഡുകൾ ലഭിക്കണമെങ്കിൽ പല കടകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകളെന്ന ഗ്രീറ്റിംഗ് കാർഡുകളിൽ എഴുതി വേണ്ടപ്പെട്ടവർക്ക് നൽകിയ കാലം മാഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ പോലും ഇന്ന് ഗ്രീറ്റിംഗ് കാർഡുകൾ അധികമൊന്നും ഉപയോഗിക്കുന്നില്ല. പണ്ട് ഒരു ദിവസം 1000 കാർഡുകൾ വരെ വിറ്റിടത്ത് ഇന്ന് 10 കാർഡുകൾ പോയാൽ ഭാഗ്യമായെന്ന് കച്ചവടക്കാർ. കാർഡിൻ്റെ ഒരു കച്ചവടം വളരെ കുറഞ്ഞു വരികയാണ്. പിന്നെ ചൈനീസ് കാർഡുകളും ഇങ്ങനെ മ്യൂസിക്കും ലൈറ്റ് തീർത്തുന്ന കാർഡുകളിലുകൊണ്ട് അത് മാത്രം കുറച്ച് പോകുന്നുണ്ട്. പല കച്ചവടക്കാരും ഗ്രീറ്റിംഗ് കാർഡുകൾ വിൽക്കുന്നത് തന്നെ അവസാനിപ്പിച്ചു. എങ്കിലും കൂട്ടിവെച്ച പണം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് കാർഡുകൾ വാങ്ങി അയച്ച കാലം ഓർമ്മിപ്പിച്ച് ചില കടകളിൽ ഇപ്പോഴും തൂങ്ങുന്നുണ്ട് ആ മനോഹര കാർഡുകൾ. ക്യാമറമാൻ സജീറിനൊപ്പം SS ശരൺ, ന്യൂസ് 18 കൊച്ചി. ക്രിസ്മസ് ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എങ്കിൽ ജനുവരി 1 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനാണ് വിജിയുടെ തീരുമാനം. വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജോലി നൽകുന്നതുൾപ്പെടെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സനലിന്റെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സത്യാഗ്രഹം 16 ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം സമരത്തിനിടെ കുഴഞ്ഞു വീണ വിജി ജനറൽ ആശുപത്രിയിൽ 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വീണ്ടും സത്യാഗ്രഹ പന്തലിലെത്തിയത്. ക്രിസ്മസ് ദിനമായ ഇന്ന് കുടുംബം പട്ടിണി സമരം കിടന്നു. ജോലി ഇല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടുന്നത് വരെയും ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനം. 16 ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് പട്ടിണി സമരമാണ്. 1-ാം തീയതി മുതൽ നിരാഹാരം. 3 മന്ത്രിമാർ വന്ന് വീട്ടിൽ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഞങ്ങൾ സമരം നിർത്തൂല. സനലിന്റെ കുടുംബത്തിന് സർക്കാർ നീതി ഉറപ്പാക്കണമെന്ന് വിജയ സന്ദർശിച്ച സുരേഷ് ഗോപി MP പറഞ്ഞു. വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ എല്ലാ സഹായവും നൽകും. ഇരിക്കുന്ന കസേരയുടെ ഉത്തരവാദിത്തം, പ്രജാമര്യാദ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നടപടി ഇന്ന് ഈ സമരം അവസാനിപ്പിക്കുന്ന. അതിന് ഭീഷണിയുടെ സ്വരമൊന്നും പാടില്ല, അതിന് കണ്ടീഷൻസും പാടില്ല. കാരണം അടിയേറ്റ് കിടക്കുന്നത് ഈ കുടുംബമാണ്. വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നാണ് സനലിന്റെ കുടുംബം ജപ്തി നടപടി നേരിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ജ്യോതി പരിപാടി നാളെ. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത്. അയോധ്യ ഭൂമി തർക്കം നിരീക്ഷിക്കുന്ന ജഡ്ജി
അമർജിത് ത്രിപാഠിയെ UP സർക്കാർ സ്ഥലം മാറ്റി. അംബേദ്കർ നഗർ സെഷൻസ് ജഡ്ജാക്കിയാണ് സ്ഥലം മാറ്റം. ജനുവരി 4-ന് അയോധ്യ കേസ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് സ്ഥലം മാറ്റം. നടൻ കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതിമയ്യത്തെ UPAയിലേക്ക് സ്വാഗതം ചെയ്തു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി സഞ്ജയ് ദത്താണ് കമൽഹാസനെ ക്ഷണിച്ചത്. എന്നാൽ ക്ഷണത്തോട് കമൽഹാസൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാബൂളിൽ അക്രമികൾ നടത്തിയ വെടിവയ്പിൽ 43 പേർ മരിച്ചു. സുരക്ഷാസേനയുമായി 7 മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ 20-ൽ അധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല.